നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു വേക്കൻസിയാണ്. ഏതെങ്കിലും സൗദിയുടെ ഏതെങ്കിലും ഹൗസ് ഡ്രൈവർ വേക്കൻസി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉണ്ടോ, സൗദി ലൈസൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഇടയിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സൗദി അറേബ്യയിലെ മുസന്നതിൻ്റെ പ്രശ്നം. കാരണം പുതുതായിട്ട് പോകുന്ന ഹൗസ് ഡ്രൈവർമാർക്ക് മുസന്ന എന്ന് പറഞ്ഞ അപ്ഡേഷൻ ഏകദേശം ആദ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു എമൗണ്ട് ഉള്ളായിരുന്നു. ഏകദേശം 240-250 റിയാലിൻ്റെ അടുത്തായിരുന്നു അവിടെ അറബികൾ കെട്ടിയിരുന്നത്. എന്നാൽ ആ സമയത്ത് ഇപ്പോൾ ഏകദേശം 2400 റിയാലോളം നമുക്ക് എന്തുണ്ട് മുസന്നത് കാര്യങ്ങൾ അവർ കെട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അപ്രൂവൽ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസ് ഡ്രൈവർ വേക്കൻസി വളരെ കുറവായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് നല്ല VIP വീടുകളിലോട്ട് കുറച്ച് ഹൗസ് ഡ്രൈവർ വേക്കൻസീസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 1800 റിയാൽ സാലറിയും പ്ലസ് അക്കോമഡേഷന് പ്ലസ് കിച്ചൺ ഫെസിലിറ്റീസ്. ചില വീടുകളിൽ ഫുഡും കിട്ടും. നമ്മൾ പക്ക ഉറപ്പ് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഫുഡ് കിട്ടുന്ന വീടുകളും ഒരുപാടുണ്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം വന്നേക്കുന്നത് പറഞ്ഞാൽ നമുക്ക് സൗദി ലൈസൻസ് വേണം. മെയിനായിട്ട് സൗദി ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സൗദി ലൈസൻസ് അല്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കമ്പനി വേക്കൻസികളാണ്. കമ്പനി വേക്കൻസികൾ നമ്മൾ അധികം അയക്കാറില്ല. ചില കമ്പനികൾ നല്ല കമ്പനികളുണ്ട്. നമ്മുടെ അൽമവാരി എന്ന് പറഞ്ഞ കമ്പനി നല്ല കമ്പനിയാണ്. പക്ഷേ അതിൽ വേറെ ഒന്നുണ്ട്, സമാറ, അതുപോലെ തന്നെ ആർക്കോ, അതുപോലെ തന്നെ തംകീം, ഇങ്ങനെ കമ്പനികൾ നല്ല കമ്പനി തന്നെയാണ്. പക്ഷേ വർക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ചില ലാഗിങ് കാര്യങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഡയറക്റ്റ് വീടുകളിലോട്ട് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എന്തുണ്ടാവില്ല, വർക്ക് കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എന്തുണ്ടാവില്ല, ഒരു വീട് തന്നെ ആയിരിക്കണം എന്നില്ല. ഒരു അവസരം വീട്ടിൽ നിന്ന് പോകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ആ വീട്ടിലോട്ട് അവർ ചെയ്യുന്നത്. പക്ഷേ കമ്പനി ബേസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ഇക്കാമ ലൈസൻസ് കാര്യങ്ങൾ നിങ്ങളുടെ സാലറി കാരണം കമ്പനി ആയിരിക്കും നോക്കുന്നത്. പക്ഷേ വർക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. വർക്ക് പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് എന്തുണ്ടാവില്ല, നിങ്ങൾ വിചാരിച്ച പോലത്തെ സാലറി കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കഫീലിൻ്റെ വർക്ക് മീൻസ് ഡയറക്റ്റ് കഫീലിൻ്റെ വീട്ടിലോട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വിസ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു വിസ ചെയ്യുന്നതിലാണ് നമുക്ക് ഈ ടൈം ലാഗ് വരുന്നത്. മീൻസ് ഈ മുസന്നദ് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം ലാഗ് വരും. നമുക്ക് മൊഫഡാന ഭാഗാനൊന്നും ടൈം ലേറ്റ് ആവില്ല, അത് പെട്ടെന്ന് നടക്കും. പക്ഷേ ഈ മുസന്നദിന് നമുക്കെന്തുണ്ടാവും, ചെറിയ ലാഗ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ക്യാൻഡിഡേറ്റിൻ്റെ നമ്മൾ മുസന്നദ് ഇട്ടതിൽ ഒരു ഇഷ്യൂ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ സൗദിയിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ എക്സിറ്റിന് പോകുന്ന ലീവിന് പോന്ന് 2-3 പ്രാവശ്യം തന്നെ എക്സിറ്റ് അടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തതിൻ്റെ ഇതായിട്ട് എന്ത് ചെയ്ത് അദ്ദേഹത്തെ ഓൾറെഡി ഇപ്പോൾ സൗദിയിലുണ്ടെന്ന് കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് മുസന്നദ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്നൊരു അപ്ഡേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരും, അത് സോൾവ് ആവും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സൗദി ലൈസൻസ് എക്സ്പയറോ വാലിഡോ എന്തുമാട്ടെ, ഏകദേശം നമുക്ക് 47-48 വയസ്സ് വരെ എടുക്കാം. നല്ല കാണാൻ കുറച്ച് ഹാൻസം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 51-52 വയസ്സ് വരെ സൗദിയിൽ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ കുറഞ്ഞ സർവീസ് ചാർജ് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ചാർജ് നമ്മളിത് VFS മുസന്നദ് അപ്ഡേറ്റ് ആവാതെ നമ്മൾ എന്ത് ചെയ്തില്ല, ഒരു അഡ്വാൻസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. താല്പര്യമുള്ള മെഡിക്കൽ എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അയച്ചോ. മുകളിൽ നമ്പർ ഓൾറെഡി നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാദിലോട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, ജിദ്ദയല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ജിദ്ദ, മക്ക, ദമ്മാമൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ദമ്മാമ നമുക്ക് ഇതിൻ്റെ ഇടയിലുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയാദാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അയച്ചോളൂ. ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യും. ഓക്കെ.